ഇപ്പം ചെമ്മീനൊക്കെ കൂടുതൽ കിട്ടുന്നൊരു സമയമല്ലേ? എന്നാൽ പിന്നെ ചെമ്മീൻ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പാൽക്കൊഞ്ച് റെഡിയാക്കി എടുത്താലോ? ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുക്കിംഗ് ടൈം വളരെ കുറച്ചുള്ളൂ കേട്ടോ. എന്നാൽ നല്ല അടിപൊളി നാടൻ ടേസ്റ്റുള്ള റെസിപ്പിയാണേ. അതിന് വേണ്ടിയിട്ട് ഞാനിത് കഴിഞ്ഞ ദിവസം കിട്ടിയ ചെമ്മീൻ ഒരു 10-20 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 5-10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെമ്മീൻ ഞാൻ ഈ രീതിയിൽ വാലൊന്നും കളയാണ്ടാണ് കേട്ടോ തൊലിച്ചെടുത്തത്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കൂടെയൊക്കെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മാറ്റി വെച്ചേ. ഇനി മാക്സിമം ഒരു 10 മിനിറ്റ് അത്രയും സമയം മതി. വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചെമ്മീനെല്ലാം മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഞാനിപ്പോൾ 1/4 ഇഞ്ചിനേക്കാളും ചെറിയൊരു പീസാട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ല നേരിയതായിട്ട് ജൂലിയനാക്കി അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വലിയ വെളുത്തുള്ളി അല്ലി തൊലിയൊന്നും കളയാണ്ട് കുത്തിയതും കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് ചേർത്ത് ഇളക്കി ആ ഒരു മൂത്ത സ്മെല്ല് വരുമ്പോൾ 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി ആ ഒരു ചെമ്മീനും ഈ ഒരു തേങ്ങാപ്പാലും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കുറുകി ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരും. നല്ല ചൂടോടുകൂടി റൈസിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ ചപ്പാത്തിൻ്റെ വെള്ളപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെയും കഴിക്കാട്ടോ. നല്ലൊരു നാടൻ വെളിച്ചെണ്ണൻ്റെയും കറിവേപ്പിലിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറുള്ള അടിപൊളി ഒരു ചെമ്മീൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പം ഞാൻ ഇതിന് വേണ്ടി ചെമ്മീൻ മാറ്റി വെച്ചത് ഏതായാലും വേസ്റ്റ് ആയില്ല, അത്രക്കും അടിപൊളി ടേസ്റ്റാണേ.